ഹായ്, എൻ്റെ പേര് ഷഹന. ഞാൻ ഇവിടെ 3 വർഷം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ബീറ്റ ഹൗസിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് എനിക്ക് അൽഹംദുലില്ലാ 701 ആണ് എൻ്റെ സ്കോറ്. ഈ ഒരു സ്കോറിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മാക്സിമം ചെയ്തിരിക്കണമെന്ന് ഞാൻ എവിടെ നിന്ന് പറയും. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാ എല്ലാവരോടും, യൂണിവേഴ്സൽ ഹോൾ ടീമിനോടും AF സാറിനോടും എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. പിന്നെ വരുന്നവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ ഒരിക്കലും ഒരാളായിട്ട് കമ്പയർ ചെയ്യരുത്. ഞാൻ ചെയ്തത് ഭയങ്കര ഒരു വലിയ പൊട്ടത്തരാണ്. നമ്മുടെ സ്കോറിട്ട് നമ്മളൊരാളെ കമ്പയർ ചെയ്യുക ഒരിക്കലും ചെയ്യരുത്. നമുക്ക് കിട്ടുന്ന സ്കോർ അത് നമ്മളതാണ്, അത് നമ്മളെ വിവരമാണ്. അതിലിപ്പോൾ നമുക്ക് മാർക്ക് കുറയുന്നുണ്ടെങ്കിൽ അത് നമ്മളെ മിസ്റ്റേക്കാണെന്ന് അക്സെപ്റ്റ് ചെയ്യുക. അത് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് അത് നമുക്ക് നെഗറ്റീവ് ആയതെന്ന് നമ്മൾ ആ സത്യം നമ്മൾ മനസ്സിലാക്കുക. അത് മാത്രം നമ്മൾ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നല്ലൊരു കയറ്റം നമുക്ക് കയറാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് പഠിച്ചിരുന്നത്. ഞാൻ എപ്പോഴും ഇതിൻ്റെ തെറ്റാണ് പഠിച്ചിരുന്നത്. ഞാൻ കൂടുതൽ പഠിച്ചത് ക്വസ്റ്റ്യൻ പേപ്പറുകളെ കാരണം. ഞാൻ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ വർഷം നടന്ന എക്സാമിൻ്റെ, അതിന് മുന്നത്തെ വർഷമൊക്കെ കഴിഞ്ഞ എക്സാമിൻ്റെ 2016 മുതലുള്ള നീറ്റിൻ്റെ പേപ്പർ ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല പഠിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ പഠിച്ചത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നിയത് കേട്ടോ. ഒക്കെ നീറ്റ് എഴുതുമ്പോഴും നല്ല പ്രീവിയസ് ആയി ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നു. ഞാൻ ചെയ്ത ക്വസ്റ്റ്യനും സിമിലാരിറ്റിക്ക് നല്ല തോന്നിയിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ചെയ്യുക. അപ്പോഴേ ഉള്ളൂ നമുക്ക് എന്തറിയാം നമുക്ക് മനസ്സിലാവുക ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കുക. NCERT ഓർഗാനിക് ഒക്കെ ആണെങ്കിൽ NCERT ലൈൻ ബൈ ലൈൻ, ഞാൻ ബയോളജി വായിക്കണ പോലെ കെമിസ്ട്രി വായിക്കുമായിരുന്നു. കാരണം കെമിസ്ട്രീൻ്റെ വീക്ക് പോയിൻ്റാണ്. NCERT നല്ല ലൈൻ ബൈ ലൈൻ വായിച്ചോന്ന് ഞാൻ അങ്ങനെ തന്നെ വായിക്കുമായിരുന്നു. എൻ്റെ ഹോസ്റ്റലത്തെ വാർഡന്മാർ, എൻ്റെ ഉമ്മ, അപ്പ, പിന്നെ എൻ്റെ കാക്ക, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഒരു വീട്ടിൽ നിൽക്കുന്ന പോലെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് പോയ വർഷമായിരുന്നു. പിന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നോർമലി മാർക്കൊക്കെ വരുമ്പോൾ ഒരു സങ്കടവും ഒരു ദേഷ്യം വരലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇതിനുള്ളതാണ്, ഇതിൻ്റെ ഫർദാണ് അതൊക്കെ. പിന്നെ അതൊക്കെ നമ്മളിങ്ങനെ അക്സെപ്റ്റ് ചെയ്യുക, ഇതൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന് വിചാരിക്കുക. അയച്ചിട്ട് നമ്മൾ നല്ല മാർക്ക് വരുമ്പോൾ നല്ല സന്തോഷിക്കുക, നല്ല മാർക്ക് കുറയുമ്പോൾ നല്ല സങ്കടപ്പെടുക, അങ്ങനെ വേണ്ട. നമ്മുടെ ഇതിലിങ്ങനെ പോകാൻ ശ്രമിക്കുക. അപ്പം അടിപൊളിയായിട്ട് കയറാൻ പറ്റും. പഠിച്ചാൽ എല്ലാവർക്കും കിട്ടുന്നേ ഉറപ്പാണ്. അതിനുള്ള ജീവനുള്ള തെളിവാട്ടോ ഞാൻ. നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ നല്ലപോലെ എല്ലാവർക്കും കയറാൻ പറ്റുന്നു ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഒരു ലെവലിലേക്ക് എത്തട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.